ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അമർത്തുക. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സന്തോഷവും സങ്കടവും ഇതെല്ലാവർക്കും ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്നില്ലാത്തവരായിട്ട് ഈ ലോകത്ത് ഒരു മനുഷ്യരും കാണത്തില്ല. അതാണ് വാസ്തവം. സോ ഇത് രണ്ടും ഒരുമിച്ച് സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ മനസ്സുണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുന്നു. നമുക്കൊന്ന് റിവൈൻഡൊക്കെ ചെയ്ത് ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നതൊക്കെ കിട്ടും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അങ്ങനെ വല്ല നല്ല മനോഹരമായ ഇൻസിഡൻസ് ആണെങ്കിൽ ദയവായി കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഈ സന്തോഷം, ഉള്ളിൽ നിന്ന് സന്തോഷം വന്നാൽ എന്ത് ചെയ്യണം? ആരോടും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സന്തോഷത്തിന് പറയുന്ന പേരാണ് യൂഫോറിയ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഇംഗ്ലീഷിൽ ഒറ്റ വാക്കിലാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് മലയാളത്തിലാണെങ്കിൽ ഒരുപാട് വിസ്തരിച്ച് തരാം. സോ ഇംഗ്ലീഷിൽ അതിന് ഒറ്റ വാക്കി പറയുന്നതാണ് യൂഫോറിയ. ഇൻറ്റൻസ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഹാപ്പിനെസ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ അത് ഞാൻ എല്ലാവരും പുതിയ പുതിയ കാര്യങ്ങളെ അറിയുമ്പോൾ നമ്മളെല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാറ്. അറിയുമ്പോൾ സ്വന്തമായിട്ടൊന്ന് പങ്കുവെക്കുന്നത്. സോ ഇനി നമുക്ക് പറഞ്ഞു പോകാം. സന്തോഷം ഉണ്ടാകുമ്പോൾ ചിലർ ഡാൻസ് കളിച്ചെന്നിരിക്കും, ഹഗ് ചെയ്തെന്നിരിക്കും, ചാടി എല്ലാവരോടും പൊട്ടിച്ചിരിച്ച് ഉള്ളിൽ നിന്നുണ്ടാകുന്ന സന്തോഷമാണ്. ചിലപ്പോൾ നമ്മുടെ കണ്ണിക്കൂടെ വെള്ളമൊക്കെ നമ്മൾ കരഞ്ഞ് അങ്ങനെ ഉണ്ടാകാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഭയങ്കരമായിട്ട് സങ്കടം വരുമ്പോൾ നമ്മളത് ചിലരോട് ദേഷ്യത്തിലായിരിക്കും, ചിലരോടത് പ്രകടിപ്പിക്കുക, ചിലർക്ക് എറിഞ്ഞു പൊട്ടിക്കുമായിരിക്കും, ചിലർ ഇരുന്ന് കൂട്ടി അങ്ങ് കരയുമായിരിക്കും. അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മളത് പ്രകടിപ്പിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ സന്തോഷവും സങ്കടവും ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻ, അതായത് സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ് നമ്മൾ പൊട്ടിക്കരുന്ന സിറ്റുവേഷൻ, അതിനെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന സന്തോഷം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സന്തോഷം ഉണ്ടായിട്ടുള്ള മൊമെൻറ്റ്, ആ നിമിഷം ആർക്കും അവരുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെയുള്ള മൊമെൻറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും ആണെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. നിങ്ങൾക്കുള്ള മോട്ടിവേഷനെ ഞാൻ വീണ്ടും കാണാം. ബൈ.